അബാക് മീഡിയയിൽ ഇന്ന് രണ്ട് അതിഥികളാണ് നമ്മളോട്. ശ്രീജിത്ത് നമ്പൂതിരിയും സുഭാഷ് പട്ടതിരിയും. ഞങ്ങളുടെ ഒരു സങ്കല്പം അതാണ്. എല്ലാ വർഷവും ഒന്നെങ്കിലും ഒരു വട്ടമെങ്കിലും ഈ ശാരദായാത്ര വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സങ്കല്പം അതാണ്. കശ്മീരിൻ്റെ തലസ്ഥാനം അവിടെ ശ്രീനഗറാണ്. അവിടെ നിന്നൊരു 6 മണിക്കൂർ 7 മണിക്കൂറോളം നീണ്ട യാത്രയാണ് നമുക്ക് ഈ അതിർത്തി വരെ എത്തണം എന്നുണ്ടെങ്കിൽ. ബുദ്ധിയും വിവരവുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് അറിയാമെന്നുള്ളതാണ്. അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ കൂടുതൽ തീർത്ഥാടകർ വന്നാൽ അവരുടെ ജീവിതമാണ് മാറാൻ പോകുന്നത്. ആത്മീയമായിട്ട് പോലും നമ്മൾ ഈ കാണുന്ന പോലെയുള്ള തീവ്ര സ്വഭാവം അങ്ങനത്തെ ഇത് കുറവാണ്. അവർ വളരെ ഒരു സഹവർത്തിത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വേറൊരു യാത്രയല്ല, ഒരു ബന്ധം സ്ഥാപിക്കൽ കൂടിയാണ്. രവീന്ദ്ര പണ്ഡിതയാണ് അതിന്റെ ചുക്കാൻ പിടിച്ചതെങ്കിലും ഇതിന്റെ പിന്നിൽ അറിയപ്പെടാത്തൊരു കഥ ഒരു സർദാർജിയുടെ കഥയാണ്. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് രണ്ട് അതിഥികളാണ് നമ്മളോട് പോകുന്നത്. ശ്രീജിത്ത് നമ്പൂതിരിയും സുഭാഷ് പട്ടതിരിയും. കഴിഞ്ഞ ദിവസം പ്രൊഫസർ സരിത അയ്യരുടെ ഒരു അഭിമുഖം നമ്മൾ അബാക് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തപ്പോൾ കാശ്മീരിലെ സരസ്വതി ക്ഷേത്രവും പാക് അധിനിവേശ കാശ്മീരിലെ സരസ്വതി പീഠത്തെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞിരുന്നു. അന്ന് പ്രൊഫസർ സരിത അയ്യർ പറഞ്ഞ ഒരു പേരാണ് യോഗി ട്രെയിൽസ്. ഇവർ വഴിയാണ് അവിടേക്ക് പോകാൻ സാധിച്ചതും അവിടുത്തെ ദർശനം, അവിടുത്തെ കഥകളൊക്കെ അറിയാൻ സാധിച്ചത് എന്ന് സരിത അയ്യർ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം യോഗി ട്രെയിൽസിൻ്റെ സാരഥികളാണുള്ളത്. നമസ്തേ. നമസ്തേ. സരിത അയ്യരുടെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒട്ടനവധി കമൻറ്റുകളും ഒട്ടനവധി ഫോൺ കോളുകളും ഒക്കെ വന്നിരുന്നു. ഇവിടത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി തന്നെ പ്രൊഫസർ സരിത അയ്യർ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുമായി ചേർന്ന് ഒട്ടനവധി പദ്ധതികൾ ഇനി സരസ്വതി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നു എന്നൊക്കെ കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീത്വാളിലെ ആ കഥകൾ, ഭാരതത്തിൻ്റെ അറിവിൻ്റെ തലസ്ഥാനമായ കാശ്മീരിലെ സരസ്വതി ദേവിയെ പറ്റി നിങ്ങൾ തന്നെ പറഞ്ഞാൽ നന്നായിരിക്കും. സരസ്വതി അല്ലെങ്കിൽ ശാരദ എന്ന സങ്കല്പം ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെ രൂപപ്പെട്ടു വരുന്നതാണ്. അത് അവരുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കണ ആ സരസ്വതി സങ്കല്പത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് ശാരദാ യാത്ര എന്ന പേരിൽ ഈ കശ്മീരാണ് ശരിക്കും ശാരദയുടെ അടിസ്ഥാന ദേശമായിട്ട് പറയുക. നമസ്തേ ശാരദേ ദേവി കശ്മീരപുരവാസിനി എന്നാണ് പറയുക. അപ്പോൾ ആ ശാരദാ ക്ഷേത്രം അന്വേഷിച്ച് അതിലുള്ള യാത്രയായിരുന്നു ശാരദാ യാത്ര. മുമ്പ് അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കശ്മീരിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നതാണ്. കശ്മീരിലെ പണ്ഡിറ്റുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നതാണ്. ഈ സ്ഥലം എവിടെയാണ്, ഇപ്പം നമുക്കത് ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ ചെല്ലാൻ പറ്റില്ല. അത് പാകിസ്ഥാൻ്റെ കയ്യിലാണിപ്പം. അപ്പോൾ അതിന് ആ പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ഭാഗമായിട്ട് നമ്മൾ ഒരു ശാരദാ സങ്കല്പയാത്ര ആയിട്ട് ചെയ്യാൻ ഉള്ള ഒരു പദ്ധതി നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ ആ ഒരു രൂപം നമ്മുടെ ഉള്ളിലേക്ക് വന്നത് അന്ന് സരിത ടീച്ചർ സൂചിപ്പിച്ചിരുന്ന കുട്ടിസ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ സ്വാമി, ഞങ്ങളുടെയൊക്കെ ആത്മീയ ഗുരുവാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ശാരദയ്ക്ക് പോകൂ, ശാരദാ യാത്ര നിങ്ങൾ ചെയ്യൂ. അത് ഇങ്ങനെ ഇപ്പം നമുക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ പാക് POK ബോർഡറിലുള്ള ഈ തീത്വാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ശാരദാ യാത്രാക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളതിനെപ്പറ്റി നേരത്തെ തന്നെ വാർത്തകളായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. 2021 അങ്ങനെ ഒരു ചെറിയ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങളൊരു യാത്ര പോകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ശരിക്കും ഒരു രൂപം. ഞങ്ങളൊരു യാത്രാ സംഘം എന്നുള്ള മട്ടിൽ ഇങ്ങനത്തെയുള്ള അന്വേഷണ യാത്രകളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാറുള്ളത്. അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ ചിരാത് കത്തിച്ചത്, അവിടുത്തെ ആചാര്യന്മാരെ പറ്റി, ശ്രീചക്രം സ്ഥാപിച്ചതൊക്കെ സരിത ടീച്ചർ ചേച്ചി വിശദമായി പറഞ്ഞതാണ്. എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് പറയൂ, നിങ്ങളെ എൻ്റെ മുന്നിൽ കിട്ടുമ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവിടേക്ക് പോകാൻ സാധിക്കും? യോഗി ട്രെയിൽസ് അത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ടോ? ഇനിയും കൂടുതൽ ആളുകളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നു? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സങ്കല്പം അതാണ്. എല്ലാ വർഷവും ഒന്നെങ്കിലും ഒരു വട്ടമെങ്കിലും ഈ ശാരദാ യാത്ര വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സങ്കല്പം അതാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആദ്യത്തെ ശാരദാ യാത്ര എന്നുള്ള പേരിൽ ഞങ്ങൾ പോയിരുന്നത്. ഈ അങ്ങോട്ടുള്ള യാത്ര ഇപ്പം അങ്ങ് ചോദിച്ച പോലെ അവിടെ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള
ഒരു സംഗതിയല്ല. അവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ചേച്ചി തന്നെ പറയുന്ന ഒരു സൈഡിൽ നദി, അതിനപ്പുറത്ത് പാക് അധിനിവേശ കാശ്മീർ, അവിടെ മലനിരകളുടെ താഴ്വാരത്തിൽ സരസ്വതി ക്ഷേത്രം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. സൈന്യത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടേക്ക് എത്തിപ്പെടുക, ഒരുപാട് പേര് ചെക്കിങ്ങുകൾ ഉണ്ടാവും, ചെക്ക് പോയിന്റുകൾ ഉണ്ടാകും, കാലാവസ്ഥയെ അതിജീവിക്കേണ്ടതുണ്ടാവും, നടക്കേണ്ടതുണ്ടോ, ഇതൊക്കെയാണ് ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ. ഇതിനൊക്കെയാണ് നമുക്ക് കൃത്യമായൊരു മറുപടി വേണ്ടത്. അതെ, ഇത് ശ്രീനഗറാണ്, കശ്മീരിൻ്റെ തലസ്ഥാനം. അവിടെ ശ്രീനഗറാണ്. അവിടെ നിന്നൊരു 6 മണിക്കൂർ 7 മണിക്കൂറോളം നീണ്ട യാത്രയാണ് നമുക്ക് ഈ അതിർത്തി വരെ എത്തണം എന്നുണ്ടെങ്കിൽ. പക്ഷേ 7 മണിക്കൂർ അങ്ങനെ എത്ര എളുപ്പമായിട്ട് ചെല്ലാൻ പറ്റില്ല. നമ്മൾ മുൻകൂട്ടി പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. കുപ്വാര എന്ന് പറയുന്ന സ്ഥലത്താണ്, കുപ്വാര ജില്ലയിലാണ് ഇത് വരിക. കുപ്വാര ടൗൺ കഴിഞ്ഞ് വീണ്ടും ഒരു 4 മണിക്കൂറോളം ഒരു വലിയൊരു സിന്ധൻ ടോപ്പ് എന്ന് പറയുന്നൊരു ചുരമാണ്, അത് കടന്ന് പോകണം അവിടെ. അതിന് നമ്മൾ പോണ വഴിയിലെല്ലാം ആർമിയുടെ ചെക്ക് പോസ്റ്റുകളുണ്ടാവും. നമ്മൾ ഈ നേരത്തെ കൂട്ടി തന്നെ ഓൺലൈൻ പെർമിറ്റ് നമ്മൾ എടുക്കണം, കുപ്വാര പെർമിറ്റ് എടുക്കണം. അതിൽ തന്നെ നമ്മൾ കർണ എന്ന് പറയുന്ന ഒരു മേഖലയാണ്, പല മേഖലകളുണ്ട്, കേരൻ മേഖലയുണ്ട്, കർണ മേഖലയുണ്ട്. ഈ കർണയിലാണ് ഇത് വരിക, ഈ തീത്തുവാൾ വരിക. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ ആയിട്ടില്ല. ഈ അതിർത്തി ഗ്രാമം എന്നുള്ള മട്ടിൽ ഈ നിരന്തരം ഈ പറഞ്ഞ യുദ്ധങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലുള്ള ദിവസവും രാവിലെ ക്ഷേത്രം പണിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അതെ 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 അതെ. അല്ല, അത് അതിനെപ്പറ്റി നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേത്രം മുമ്പ് ഉണ്ടായിരുന്നതാണ് അവിടെ എന്നുള്ളതാണ്. പുരാതനമായ ക്ഷേത്രമായിരുന്നു അത്. ഈ ശാരദാ യാത്രാ ക്ഷേത്രം മുമ്പ് അവിടെ ഉണ്ടായിരുന്നതാണ്. 1947 വിഭജനത്തെ തുടർന്ന് നമുക്കെല്ലാം അറിയാവുന്ന കഥകളാണ്. ഈ കശ്മീരിലുണ്ടായ ആ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാമല്ലോ. ഈ അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വന്നിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ ശ്രീനഗറിനടുത്ത് വരെ എത്തിയിരുന്നു അന്ന്. ആ പോകുന്ന വഴിയിലുള്ളതെല്ലാം തകർത്തിട്ടാണ് അവർ പോരുക. അങ്ങനെ ഈ അന്ന് നിലനിന്നിരുന്ന ഈ ക്ഷേത്രത്തെ മുഴുവനും തീയിട്ട് നശിപ്പിച്ചതാണ്, കളഞ്ഞതാണ്. അവിടെ വീണ്ടും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയല്ല. അവിടുത്തെ നമ്മൾ സാമൂഹ്യാവസ്ഥ, ഈ നമ്മളീ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അന്ന് ടീച്ചർ പറഞ്ഞിരുന്ന ഒരു ഇതിനകത്ത് നമുക്ക് അറിയാമല്ലോ. കിഷൻ ഗംഗ എന്നാണ് ആ നദിയുടെ പേര്. നീലം എന്നാണ് ആ സൈഡിലുള്ള പാകിസ്ഥാൻ POK സൈഡിലുള്ള ആൾക്കാർ പറയുക. ഈ ബോർഡറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആൾക്കാർ അവിടെ നിന്ന് ഈ സ്നൈപ്പർ ഗണ്ണുമൊക്കെ ആയിട്ട് ഇതിലാണ്, ആർമി പോസ്റ്റുകളാണ് അവിടെ. അപ്പോൾ അവിടെ ഈ ചെന്നിട്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഈ തോക്കിൻ്റെ മുമ്പിൽ നിന്ന് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കശ്മീർ എന്ന് പറയുന്നത് ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്ന കാശ്മീരിൽ നിന്ന് മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വരുന്നുണ്ട് അവിടെ. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാവണം അവിടെ അവർക്ക് ഈ പുരോഗതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലും അവർക്ക് കുറേ ചിന്താഗതിയിൽ മാറ്റം വന്നിരുന്നു. ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ ആൾക്കാർ, പുറമേ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയെങ്കിൽ മാത്രമേ അന്വേഷിച്ച്, ഈ തീത്തുവാൾ എന്ന് പറഞ്ഞ ഗ്രാമത്തെ അന്വേഷിച്ച് വന്നെങ്കിൽ മാത്രമേ ഇങ്ങോട്ടുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വരുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാവണം അവർക്ക് തന്നെ ഈ നഷ്ടപ്പെട്ട അവരുടെ പ്രതാപം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൈതൃകം വീണ്ടെടുക്കണം എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് തോന്നുകയാണ്. അന്ന് അങ്ങനെയാണ് അന്ന് കശ്മീരി പണ്ഡിറ്റ്സൊക്കെ അവിടെ താമസിച്ചിരുന്ന ധാരാളം ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാം അവിടെ നിന്ന് അന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. കുറേ പേരെ ഒക്കെ കൊന്നു അവർ, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു അവിടെ. അങ്ങനെ ഡൽഹി കുറേ ഈ മറ്റു ഭാഗങ്ങളിലേക്ക് വന്ന് സെറ്റിലായിരുന്നതിൽ അന്ന് ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹമാണ് ശരിക്കും ഇതിന് ഈ യാത്രാക്ഷേത്രം വീണ്ടും അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു തോന്നലിലേക്ക് അദ്ദേഹമാണ് വരിക. അത് അദ്ദേഹത്തിന് തോന്നാൻ കാരണം ഇവർ മുമ്പേ പറഞ്ഞില്ലേ, ശാരദാ യാത്രാ ക്ഷേത്രം അതൊരു സങ്കല്പമാണ്. അവരെല്ലാ വർഷവും പോകാറുള്ളതാണ് മുമ്പ് ഈ POKയിലുള്ള ആ ശാരദാ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഇദ്ദേഹം 2021 അവിടെ ചെല്ലുകയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് അപ്പുറം പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ഈ തീത്തുവാൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ നദിയുടെ കരയ്ക്ക് വന്നിട്ട് അത് അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ് പതിവ്. ഇങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഗ്രാമവാസികൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറയുകയാണ്, വീണ്ടും ഈ ക്ഷേത്രം വീണ്ടും അതുണ്ടാക്കാനുള്ള ഒരു ഗ്രാമവാസികളിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അവരേ ഉള്ളൂ. മറ്റ് കാരണവശാൽ കശ്മീരിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യാവസ്ഥയിൽ അവിടെ അവരെല്ലാം അവിടെ നിന്ന് പോന്നിരുന്നു അവിടെ. പക്ഷെ ഇപ്പോഴും അവരുടെ ആ ഒരു ഈ പൈതൃകമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ പലതും അന്യാധീനപ്പെട്ടു പോയി. പക്ഷേ ഈ അവിടുത്തെ ബുദ്ധിയും വിവരവുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് അറിയാമെന്നുള്ളതാണ്. അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ, കൂടുതൽ തീർത്ഥാടകർ വന്നാൽ അവരുടെ ജീവിതമാണ് മാറാൻ പോകുന്നത്. അല്ല, പിന്നെ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ അതൊരു വശമാണ്, അത് ഭൗതിക വശമാണ്. ആത്മീയമായിട്ട് പോലും നമ്മൾ ഈ കാണുന്ന പോലെയുള്ള തീവ്ര സ്വഭാവം അങ്ങനത്തെ ഇത് കുറവാണ് അവർക്ക്. അവർ വളരെ ഒരു സഹവർത്തിത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഇപ്പോഴും. അത് കാലം ഉണ്ടാക്കിയ മാറ്റമാണ്.
ഘട്ടം മാറി ഇപ്പം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിൽ കൂടി അതാകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അവിടെ. അവിടുത്തെ ഗ്രാമമുഖ്യൻ അജാസ് ഖാനാണ്. അജാസ് ഖാനും ആയിട്ടാണ് നമ്മളും ബന്ധപ്പെട്ടത്. അദ്ദേഹമായിട്ടാണ് ഞങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുക. നമ്മൾ രവീന്ദ്ര പണ്ഡിതാജിയായിട്ട് ആദ്യം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഈ ടെമ്പിൾ ട്രസ്റ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി അജാസ് ഖാനാണ്, പ്രസിഡന്റ് ഇദ്ദേഹമാണ്, ഇത് സംരക്ഷിക്കുന്നത് ഇദ്ദേഹമാണ്, ഈ അജാസ് ഖാനാണ്. അജാസ് ഖാൻ നമ്മൾ ശ്രീനഗറിലെത്തി അവിടെ മുതൽ തന്നെ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഓരോ സംഗതികളെല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് എന്ന് പറഞ്ഞിരുന്നില്ല. 12 പേരാണ് ഞങ്ങൾ പോയത്. ഈ 12 പേരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ മറ്റ് സൗകര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള ദർശനത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാം അദ്ദേഹമാണ് ചെയ്യുക. രവീന്ദ്ര പണ്ഡിതാജി ഞങ്ങൾ ചെല്ലുന്ന സമയം നോക്കിയിട്ട് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഒരു ഈ നേരത്തെ കൂട്ടി അദ്ദേഹത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങളവിടെ ഉണ്ടാവുക. അവിടെ ഒരു ആതിഥേയം എന്നുള്ള മട്ടിൽ അദ്ദേഹം അവിടെ ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ അവിടെ ചെന്ന് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി എല്ലാവരുടെയും പെർമിറ്റും ഒക്കെ നേരത്തെ തന്നെ എടുത്തിരുന്നു. ആർമിയിൽ നമുക്ക് ഉള്ള സ്വാധീനങ്ങളും പരിചയങ്ങളും ഒക്കെ വെച്ച് നേരത്തെ തന്നെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പഴയ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് കരുതി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കരുതേണ്ടതുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള വ്യവസ്ഥ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും. യോഗി ട്രെയിൽസ് ഉടനെ ഈ ശാരദാ യാത്ര അടുത്തത് പദ്ധതിയിലുണ്ടോ? ഉടനെ കാണും. ഏപ്രിലിൽ ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങൾ ഓരോ വർഷം ഒരു യാത്ര എന്നുള്ള മട്ടിൽ തന്നെയാണ് പോയതെന്നുണ്ടെങ്കിലും അന്ന് വരാൻ പറ്റാതിരുന്ന കുറച്ച് പേര് അവർ ഇങ്ങനെ ചോദിച്ചിരുന്നു, നമുക്കൊന്ന് പോകാനുള്ള അവസരം ഉണ്ടാവുമെന്ന് എന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോൾ ഈ ഒക്ടോബറിൽ ഒരു യാത്രയും കൂടെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കണം. ഓക്കെ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഏത് മോഡിലായ ട്രെയിനാണോ ഫ്ലൈറ്റാണോ എങ്ങനെയാണ്? നമ്മൾക്കിപ്പോൾ ഞങ്ങൾ പൊതുവേ ഫ്ലൈറ്റാണ് ഉപയോഗിക്കുക. കാരണം നമുക്ക് ദിവസങ്ങൾ കൂടുതലും നമുക്ക് ആ ചെല്ലുന്ന സ്ഥലത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് തന്നെയാണ് സൗകര്യം. നമുക്കവിടെ ചെല്ലുമ്പോൾ ഈ ശ്രീനഗറിലേക്കാണ് നമുക്ക് ഫ്ലൈറ്റ് കണക്ഷൻ ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് നമ്മൾ ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ ശ്രീനഗറിലെത്തി. ശ്രീനഗറിൽ അന്ന് തന്നെ നമുക്ക് പോയാൽ നമ്മൾ തീത്വാള വരെ ഓടിയെത്തില്ല. നമ്മൾ അന്ന് ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങേണ്ടി വരും. ഞങ്ങൾ 2 ദിവസം തങ്ങുന്നുണ്ട്. കാരണം ശ്രീനഗറിൽ അത്യാവശ്യം നമുക്ക് ആ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ ചെന്ന് അദ്ദേഹത്തോടൊക്കെ ഒന്ന് അനുവാദം മേടിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ അവിടെ തങ്ങുന്നുണ്ട്. അതിനടുത്ത ദിവസം നമ്മൾ പുറപ്പെട്ടാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീത്വാളിലെത്താം. അത് ഈ രാവിലെ തന്നെ പുറപ്പെട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീത്വാള ബൈ റോഡ് തന്നെ തീത്വാളിലെത്തിയതിന് ശേഷം പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ക്ഷേത്രം അവിടെ തന്നെ ഗ്രാമത്തിൽ ചെറിയൊരു ഗ്രാമമാണ്. ഈ തീത്വാൾ എന്ന് പറയുന്നത് ചെറിയ ഗ്രാമമാണ്. നമ്മൾ ഈ അജാസ് ഖാൻ്റെ ഒക്കെ വീട്ടിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഏതാനും മീറ്ററുകളുടെ ഇതേ ഉള്ളൂ. ഒരു 200-300 മീറ്ററിന്റെ ദൂരമേ ഉള്ളൂ അവിടെ ചെല്ലാനായി. അവിടെ അന്ന് രാത്രിയിൽ ചിലവിടാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഗ്രാമക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനിച്ച ഒരു സംഗതിയാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ വലിയ സംഘങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല വീടുകളിലായിട്ട് അവർ താമസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ അവരുടെ വീടുകളിൽ 1-2 മുറികൾ ഇതുപോലെ വരുന്ന അതിഥികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് നമ്മളെ സംബന്ധിച്ചൊരു ഒരു വലിയൊരു സന്തോഷം തരുന്ന ഒരു അറിവാണ്. കാരണം ആ ഗ്രാമത്തിൽ അവർ വേറൊരു കെട്ടിടം ഉണ്ടാക്കി ഇവരെ താമസിപ്പിക്കുകയല്ല ചെയ്യുക, മറിച്ച് അവരുടെ കൂടെ തന്നെ താമസിപ്പിച്ച് അവരുടെ ഭക്ഷണം നമുക്ക് തന്ന് അവരുടെ ഒരാളായിട്ടാണ് നമ്മളെ അവർ പരിഗണിക്കുക വരും. അതാണ് ഈ സംസ്കാരത്തിൽ അതിൻ്റെ ഒരു ഒന്നായി ചേരുക എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ വരിക. അറിവിൻ്റെ ലോകത്ത് അതങ്ങനെയാണ് വരൂ. സരസ്വതി ഉള്ളിടത്ത് ആദ്യം മാറ്റം വരാനൊന്നും വഴിയില്ല. ഈ ശാരദാ സങ്കല്പത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു അറിവിൻ്റെ സങ്കല്പമാണ്. ഇനി വരാൻ പോകുന്ന ശാരദാ യാത്ര എത്ര പേരെയാണ് നമുക്ക് മാക്സിമം കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വലിയ നമ്പർ, ഒരു പരിധി കവിഞ്ഞിട്ടുള്ള നമ്പർ നമുക്ക് അവിടെ കൊണ്ടുപോകണമെങ്കിൽ ബുദ്ധിമുട്ടാകും. നമുക്കൊരു 20-25 പേര് ഉള്ള സംഘമാണ് ഏറ്റവും. അവിടെ ചെന്നാൽ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ, വലിയ സംഘങ്ങൾക്ക് ചെന്നാൽ അവർ വേണമെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ യാത്ര നമുക്ക് കുറച്ചുകൂടെ ഒരു 25 പേരെന്നുള്ള ഒരു മട്ടിലുള്ള യാത്ര. ഞങ്ങൾ ചെറിയ ഗ്രൂപ്പുകളാണ് പൊതുവേ. നമ്മൾ ഇപ്പോൾ കൂടുതലാളുണ്ടെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. അതിൽ കൂടുതൽ വലിയ സംഘങ്ങൾ ഒരേ സമയം തന്നെ 2 ഗ്രൂപ്പ്, അത് നമ്മൾ നോക്കണം. 25 പേരെന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര പേരാണ് വരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് നമുക്കൊരു 30 പേരൊക്കെ ആയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു മട്ടില്ല. വലിയ സംഘം വരുന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചെയ്തെങ്കിലാണ്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ താമസിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം ഇപ്പോഴത്തെ നല്ലത്. ഇത് അടുത്തൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്, ഇതൊരു വലിയ സാമ്പത്തിക ചെലവ് വരുന്നൊരു യാത്രയായിരിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ശ്രീനഗറിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ച് ചിലവേറിയ ഒരു പദ്ധതി തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റുള്ള യാത്ര എന്ന് പറയുന്നത് അറിയാമല്ലോ, അതിൻ്റേതായ ഒരു ചിലവ് എന്തായാലും അവിടെ ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം 4-ാം ദിവസമൊക്കെ തന്നെ ശ്രീനഗറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്
ഒരു ഫാക്ടറായിട്ട് നിലനിൽക്കെ അവിടുന്ന് ശ്രീനഗറിൽ നിന്ന് പോയി വരിക എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, അതായത് നമ്മുടെ ആവശ്യമനുസരിച്ച് ഈ വരുന്നവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവിടുത്തെ പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ ഹോട്ടലുകൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അതോടൊപ്പം തന്നെ ഈ പണ്ഡിറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ നടത്തുന്ന ഹോം സ്റ്റേകളും അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി നടത്തുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ അജാസ് ഖാൻ്റെ നമ്മുടെ ആ വീട്ടിൽ ചെന്ന് അവരുടെ ഗ്രാമത്തിൽ ചെന്ന് താമസിക്കുന്ന പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ആതിഥ്യ ഒരു മര്യാദയോട് കൂടിയിട്ട് ഉണ്ടാകുന്ന അങ്ങനെ ഹോം സ്റ്റേകൾ അവിടെയുണ്ട്. അത്തരത്തിലുള്ള സമ്പ്രദായം നമ്മളത് ഉപയോഗിക്കാൻ ശ്രീനഗറിലൊക്കെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെ തന്നെ, ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പിക്നിക് മോഡിൽ കാശ്മീരിലേക്ക് പോകുന്നവർ 40,000-50,000 രൂപയൊക്കെ ചിലവഴിച്ച് പോയി ഒരു കാശ്മീരിൻ്റെ ആ ഭംഗിയും ഈ ഗുൽമാർഗും സോൻമാർഗും ഒക്കെ കണ്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഏതാണ്ട് ആ ഒരു ചിലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള യാത്ര ചെയ്തു വരാം. ഈ ഫ്ലൈറ്റ് യാത്ര വരിക ശരാശരി ഒരു 8 രാത്രിയെങ്കിലും നമ്മൾ ഈ യാത്രയിൽ ചിലവിടേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു 3 ദിവസം നമുക്ക് എന്തായാലും ഈ തീത്വാൾ തന്നെ നമ്മൾ ചെല്ലുന്ന അന്ന് വൈകുന്നേരമായിരിക്കും ചെല്ലുക. പിറ്റേ ദിവസം നമ്മൾ അന്നത്തെ ആ തീത്വാലിലെ ഈ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെടുന്ന അവിടുത്തെ ദർശനം ഉണ്ടാവും. അവിടുത്തെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കുക. പിന്നെ ആ ഗ്രാമത്തിലുള്ള ഇവരെ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികളും നമ്മളുടെ അഭ്യുദയകാംക്ഷികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആതിഥ്യ മര്യാദയൊക്കെ നമ്മൾ സ്വീകരിക്കുക. അന്ന് അവിടെ നമ്മൾ അവരിൽ ഒരാളായിട്ട് നമ്മൾ അവിടെ കൂടുകയാണ്. അടുത്ത ദിവസമായിരിക്കും നമ്മൾ തിരിച്ചു പോരുക. വേറൊരു യാത്രയല്ല, അല്ല, ഒരു ബന്ധം സ്ഥാപിക്കൽ കൂടിയാണ്. ഈ തിരിച്ചു പോരുമ്പോൾ പോലും അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാൻ പറ്റുന്ന ശ്രീജിത്തിനാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്കൊന്ന് സരിതാജിയും പറഞ്ഞിട്ടുണ്ടാവാം, ഈ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രം ശൃംഗേരി മഠമാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ ധാർമ്മികമായിട്ടുള്ള എല്ലാ പിന്തുണയോടും കൂടിയിട്ട് അവരുടേതായ ഒരു സങ്കല്പത്തിലാണ് ഇത് ഉണ്ടായി വന്നത്. രവീന്ദ്ര പണ്ഡിതയാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചതെങ്കിലും ഇതിൻ്റെ പിന്നിൽ അറിയപ്പെടാത്തൊരു കഥ ഒരു സർദാർജിയുടെ കഥയാണ്. ഈ ക്ഷേത്രം ഇന്നത്തെ നിലയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ശ്രീജിതനായിരിക്കും ഭംഗിയായിട്ട് പറയാൻ പറ്റും. ആ സർദാർജിയുടെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ, വിശദമായ വിവരങ്ങൾ അറിയാൻ യോഗി ട്രയൽസിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ചേർക്കാം. വിളിച്ചാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.